കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ട് നടനും ടി.വി.കെ നേതാവുമായ വിജയെ സിബിഐ ചോദ്യം ചെയ്യുന്നു. രാവിലെ 11 മണിക്ക് ശേഷമാണ് വിജയ് ഡൽഹിയിൽ സിബിഐ ആസ്ഥാനത്ത് ചോദ്യം ചെയ്യലിന് ഹാജരായത്. കരൂർ ദുരന്ത സമയത്ത് വിജയ് ഉപയോഗിച്ചിരുന്ന പ്രചാരണ വാഹനം കഴിഞ്ഞ ദിവസം സിബിഐ വിശദമായി പരിശോധിച്ചിരുന്നു. ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ജിഷ്ണു, പറയൂ, എന്തൊക്കെയാണ് ലഭ്യമാകുന്ന വിശദാംശങ്ങൾ? രോഹിണി, രാവിലെ ചെന്നൈയിൽ നിന്ന് സ്വകാര്യ വിമാനത്തിലാണ് നടനും ഒപ്പം ടി.വി.കെ മേധാവിയുമായിട്ടുള്ള വിജയ് ഡൽഹിയിലെത്തിയത്. 11:30 കൂടി ഡൽഹിയിൽ CBI ആസ്ഥാനത്തേക്ക് വിജയ് എത്തി. നിലവിൽ അന്വേഷണ സംഘം വിജയിൽ നിന്ന് ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. ഈ കരൂർ ടി.വി.കെയുടെ റാലിയിൽ നടന്നിട്ടുള്ള ദുരന്തവുമായി ബന്ധപ്പെട്ട പരിപാടിയിൽ ടി.വി.കെ സ്വീകരിച്ചിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ, ജനക്കൂട്ടത്തെ നിയന്ത്രിക്കുന്നതിൽ വന്നിട്ടുള്ള അപാകതകൾ, ഇവ സംബന്ധിച്ചായിരിക്കും വിജയോട് പ്രധാനമായും ചോദ്യങ്ങൾ ഉന്നയിക്കുക എന്നാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം ഈ കരൂരിലെ പരിപാടിക്ക് മുൻപും ശേഷവും ടി.വി.കെ പാർട്ടി തലത്തിൽ എടുത്തിട്ടുള്ള പരിപാടിയുമായി ബന്ധപ്പെട്ട് എടുത്തിട്ടുള്ള തീരുമാനങ്ങൾ, വിജയ് നടത്തിയിട്ടുള്ള ഇടപെടലുകൾ, ഇവ സംബന്ധിച്ചെല്ലാം അന്വേഷണ സംഘം വിശദമായി ചോദ്യം ചെയ്യും എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഒപ്പം ഈ പ്രചാരണ വാഹനം, വിജയുടെ പ്രചാരണ വാഹനം ഇതിനോടകം തന്നെ അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്ത് വിശദമായിട്ടുള്ള പരിശോധന നടത്തിയിട്ടുണ്ട്. കരൂരിൽ നടന്നിട്ടുള്ള, കഴിഞ്ഞ സെപ്റ്റംബറിൽ നടന്ന ടി.വി.കെയുടെ റാലിയിലാണ് തിക്കിലും തിരക്കിലും പെട്ട് വൻ അപകടമുണ്ടാവുകയും 41 മരണം അന്ന് സംഭവിക്കുകയും ചെയ്തത്. 60-ലധികം ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. സംഭവത്തിൽ ടി.വി.കെയുടെ ആവശ്യം ഉന്നയിച്ചു തന്നെയാണ് കോടതി CBI അന്വേഷണത്തിന് ഉത്തരവിട്ടത്. ഈ അന്വേഷണത്തിന്റെ ഭാഗമായാണ് ഇപ്പോൾ വിജയ് ഡൽഹിയിലെത്തിയിട്ടുള്ളത്. CBI ആസ്ഥാനത്ത് ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ഈ ടി.വി.കെയുടെ പ്രധാനപ്പെട്ട മറ്റ് നേതാക്കളെ ഇതിനോടകം തന്നെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തിട്ടുണ്ട്. രോഹിണി. ശരി, ജിഷ്ണു കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.